ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് ജി. കഴിഞ്ഞ ദിവസം നമ്മൾ ടൊയോട്ടയുടെ ഇന്നോവ ക്രിസ്റ്റയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അതായത് ഏത് വേരിയന്റ് വാഹനം എടുക്കുന്നതാണ് നിങ്ങൾക്ക് ലാഭം, ഓരോ വേരിയൻസിൽ വരുന്ന ഫംഗ്ഷൻസ്, അതായത് ഓരോ വേരിയൻസിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങൾ ഏത് വാഹനം എടുക്കാൻ അല്ലെങ്കിൽ ഏത് വേരിയന്റ് എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയ്ക്ക് വരുന്നത് ജി എന്ന് പറയുന്ന വേരിയന്റ് വരുന്നുണ്ട്, ഏറ്റവും ബേസ് മോഡൽ. ജി എക്സ് എന്ന് പറയുന്ന അടുത്ത മോഡൽ വരുന്നുണ്ട്. ജി എക്സ് പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് വരുന്നുണ്ട്. വി എക്സ് വരുന്നുണ്ട്. ഇസഡ് എക്സ് ഏറ്റവും ടോപ്പ് വേരിയന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വേരിയൻസ് വരുന്നുണ്ട്. ഇതിൽ ഏതാണ് ശരിക്കും നമുക്കൊരു കോസ്റ്റ് എഫിഷ്യന്റ്, അല്ലെങ്കിൽ ഏത് വേരിയന്റ് എടുക്കുന്നതായിരിക്കും നല്ലത്, ഇതിന്റെയൊക്കെ പ്രൈസ് കൃത്യം എത്രയാണ് ഓൺ റോഡും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJet Explore. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് ഇസഡ് എക്സ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വേരിയൻസിനും നമുക്ക് 7 സീറ്ററും 8 സീറ്ററും അവൈലബിൾ ആണ്. ഈ 7 സീറ്ററും 8 സീറ്ററും തമ്മിൽ വലിയൊരു പ്രൈസ് റേഞ്ചിന് വ്യത്യാസം വരുന്നില്ല. പക്ഷേ 8 സീറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്യാപ്റ്റൻ സീറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് അവിടെ ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതേ സ്ഥാനത്ത് ഒരു 8 സീറ്റർ, ഒരു 7 സീറ്റർ ആണ് വരുന്നതെങ്കിൽ ഒരു ക്യാപ്റ്റൻ സീറ്റ് എന്നുള്ളൊരു രീതി നമുക്ക് കിട്ടുന്നുണ്ട്. ക്യാപ്റ്റൻ സീറ്റ് എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ, അതായത് ടൊയോട്ടയുടെ ഇന്നോവ ക്രിസ്റ്റയുടെ റിവ്യൂ നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ട്, ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാനൊന്ന് പിൻ ചെയ്തിട്ടോളാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേരിയന്റ് തന്നെ തുടങ്ങാം. ബേസ് വേരിയന്റ് ആയ ജി വേരിയന്റിൽ എന്തൊക്കെയാണ് വരുന്നതെന്നൊന്ന് നോക്കാം. റേഡിയേറ്റർ ഗ്രില്ല് ബ്ലാക്ക് ഡിസൈൻ, അതായത് പുതിയ ഷേപ്പ് വരുന്ന ഡിസൈൻ ആണ് വരുന്നത്. ഹാലജൻ ഹെഡ്ലൈറ്റ് മൾട്ടി റിഫ്ലക്ടർ ടൈപ്പ് തന്നെയാണ്. സ്റ്റീൽ വീൽ വിത്ത് ഫുൾ വീൽ കവർ അവൈലബിൾ ആണ്. ഔട്ട്സൈഡ് റിയർ വ്യൂ മിറർ ബോഡി കളേർഡ് ആണ് വരുന്നത്. വിത്ത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെന്റ് കിട്ടുന്നുണ്ട്. ഔട്ട്സൈഡ് ഡോർ ഹാൻഡിൽസ് പെയിന്റഡ് ആണ്. സ്പീഡോമീറ്റർ വിത്ത് മൾട്ടി ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഡോട്ട് ടൈപ്പ് MID ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് കളർ അല്ല, ഡോട്ട് ടൈപ്പ് ആണ്. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലത്തെ ഡോട്ട് ടൈപ്പ് MID ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതിനകത്ത് നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ്, ഫ്യൂവൽ കൺസപ്ഷൻ അറിയാൻ പറ്റും, ക്രൂസിംഗ് റേഞ്ച് അറിയാൻ പറ്റും, ആവറേജ് സ്പീഡ് അറിയാൻ പറ്റും, ഈക്കോ ആണോ എന്നുള്ള ഇൻഡിക്കേറ്റ്, ഔട്ട്സൈഡ് ടെമ്പറേച്ചറും 12 വോൾട്ട് DC ഔട്ട്പുട്ട്, 2 സോക്കറ്റ്സ് അവൈലബിൾ ആണ്. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീൽ ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 3 എയർ ബാഗ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഡ്രൈവർ സൈഡ് എയർ ബാഗ്, തൊട്ട് താഴെ നീഡ് അവിടെ ഒരു എയർ ബാഗ്, ലെഫ്റ്റ് സൈഡിൽ കോ പാസഞ്ചർ സൈഡിൽ ഒരു എയർ ബാഗ്. അങ്ങനെ 3 എയർ ബാഗ് ആണ് നമുക്ക് ഈ ഒരു വേരിയന്റിൽ കിട്ടുന്നത്. ABS EBD BA, അതായത് ബ്രേക്ക് അസിസ്റ്റന്റ്, വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോളും കൂടെ കിട്ടുന്നുണ്ട്. ഹിൽ സ്റ്റാർട്ട് കൺട്രോളും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ സേഫ്റ്റി സൈഡിൽ കിട്ടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ബേസ് വേരിയന്റിൽ, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ബേസ് വേരിയന്റിൽ നമുക്ക് കിട്ടുന്നത്. ഈ ബേസ് വേരിയന്റ് പ്രൈസും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കിയാലോ. 7 സീറ്ററിന്റെയും 8 സീറ്ററിന്റെയും ഒന്ന് നോക്കാം. 22,89,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ചെറിയ വേരിയേഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കൺഫേം കൂടെ ആക്കി നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കൂടെ ഒന്ന് കൺഫേം ആക്കി നിങ്ങളൊന്ന് വിളിച്ചു നോക്കുക. നിപ്പോൺ ടൊയോട്ടയുടെ നമ്പറാണ്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് GX എന്ന് പറഞ്ഞൊരു വേരിയന്റിൽ എന്തൊക്കെയാണ് അഡീഷണൽ ആയിട്ട് വരുന്നതെന്ന് നോക്കാം. റേഡിയേറ്റർ ഗ്രില്ലിന്റെ ഡിസൈൻ നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ ബ്ലാക്ക് മാത്രമായിരുന്നുണ്ടെങ്കിൽ ഇപ്പം ബ്ലാക്കിന്റെ കൂട്ടത്തിൽ ഒരു സിൽവറും കൂടെ ടച്ച് വരുന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. ബ്ലാക്ക് ഔട്ട്ഡോർ ഫ്രെയിംസ്, അതായത് നമ്മുടെ ഡോറിന്റെ ഒക്കെ സെന്ററിൽ വരുന്ന ഒരു ബ്ലാക്കും കൂടെ വരുമ്പോഴത്തേക്കും ഒരു പ്രീമിയം ഫിനിഷ് നമുക്ക് ഫീൽ ചെയ്യും. ഇൻഫർടൈൻമെന്റ് സിസ്റ്റം അഥവാ നമ്മുടെ ഒരു സ്റ്റീരിയോ വരുന്നത് ഈ ഒരു വേരിയന്റ് തൊട്ടാണ്. അതായത് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും വരുന്നത് ഈ ഒരു മോഡൽ തൊട്ടാണ്. ബ്ലാക്ക് ഫാബ്രിക് സീറ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു GX എന്ന് പറയുന്നൊരു വേരിയന്റിൽ വരുന്നത്. GX വലിയൊരു വ്യത്യാസം നമുക്ക് പറയാനില്ല, ബാക്കിയുള്ള എല്ലാ ആസറ്റ്സും സെയിം തന്നെയാണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് 25,49,537 രൂപയാണ് ഈ ഒരു മോഡലിന്റെ 7 സീറ്ററിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഒരു 8 സീറ്റർ നോക്കിയാലോ. 25,49,750 രൂപയാണ് ഒരു 8 സീറ്ററിന്റെ പ്രൈസ് വരുന്നത്. നമുക്കൊരു GX പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയന്റിൽ ഫോഗ് ലാമ്പിന്റെ പോർഷന്റെ അവിടെ സിൽവർ ഗാർണിഷ് വരുന്നുണ്ട്, പക്ഷെ ഫോഗ് ലാമ്പ് വരുന്നില്ല. അലോയ് വീല് വരുന്നുണ്ട്. അതായത് അലോയ് വീല് സ്റ്റാർട്ട് ചെയ്യുന്നത് GX പ്ലസ് തൊട്ടാണ്. മിറേഴ്സിൽ വെൽക്കം ലൈറ്റ്, അതായത് താഴത്തെ പോർഷനിൽ ഒരു വെൽക്കം ലൈറ്റും കൂടെ ഇവിടെ അവൈലബിൾ ആണ്. DVR ഈ മോഡൽസിൽ വരുന്നുണ്ട്. അതായത് ഡിജിറ്റൽ വീഡിയോ റെക്കോർഡിംഗ് ഈ മോഡലിൽ അവൈലബിൾ ആണ്. ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും, പക്ഷേ മാനുവൽ ആയിട്ടാണെന്ന് മാത്രം. റിയർ ക്യാമറ വിത്ത് പാർക്കിംഗ് സെൻസേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു GX പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയന്റിൽ അവൈലബിൾ ആയിട്ടുള്ള. ഇനി ഇതിന്റെ പ്രൈസും കൂടെ നമുക്കൊന്ന് നോക്കാം. 28,64,376 രൂപയാണ് ഈ ഒരു വാഹനത്തിന്റെ 7 സീറ്റർ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി ഒരു 8 സീറ്റർ നോക്കിയാലോ. 28,70,572 രൂപയാണ്
8 സീറ്ററിന്റെ പ്രൈസ് വരുന്നത്. ഇനി നമുക്കൊരു VX എന്ന് പറയുന്ന വേരിയന്റിലോട്ട് പോകാം. ന്യൂ ഡിസൈൻ പ്രീമിയം ബ്ലാക്ക് ആൻഡ് ക്രോം ഫിനിഷ് വരുന്ന ടൈപ്പ് ഗ്രില്ലാണ് നമുക്ക് കിട്ടുന്നത്. ഓട്ടോമാറ്റിക് LED പ്രൊജക്ടർ ലൈറ്റ് വിത്ത് ഹാലജൻ ഹൈ ബീം ലൈറ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫോഗ് ലാമ്പ് വിത്ത് ക്രോമും കൂടെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അലോയ് വീൽ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീൽ ലെതർ റാപ്ഡ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സ്പീഡോമീറ്ററിൽ ബ്ലൂ ഇലൂമിനേഷൻ 3D ഡിസൈൻ വിത്ത് TFT സ്ക്രീൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സിൽവർ പിയാനോ ബ്ലാക്ക് ഡിസൈൻ ആണ് നമുക്ക് ഡോർ പാഡ്സിലൊക്കെ കിട്ടുന്നത്. സീറ്റ് വരുന്നത് പ്രീമിയം ബ്ലാക്ക് ഫിനിഷ് ഫാബ്രിക് വിത്ത് ക്രിസ്റ്റ എന്നുള്ള ലോഗോ സ്റ്റിച്ച് ചെയ്താണ് വെച്ചിരിക്കുന്നത്. സ്മാർട്ട് കീ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു വേരിയന്റ് തൊട്ടാണ്, അതായത് കീ ഫോബ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കീ ഫോബ് വരുമ്പോൾ നമുക്കറിയാം പുഷ് സ്റ്റാർട്ട്, അതായത് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് നമുക്ക് വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ബാക്കിലത്തെ പാസഞ്ചർക്ക് സീറ്റ് ബാക്ക് ടേബിൾ അവൈലബിൾ ആണ്. സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, അതായത് സെക്കൻഡ് റോയിലും തേർഡ് റോയിലും ഇരിക്കുന്നവർക്ക് സീറ്റ് ബെൽറ്റ് റിമൈൻഡർ ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു വേരിയന്റ് തൊട്ടാണ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്കൊരു VX-നെ കുറിച്ച് പറയാനുള്ളത്. ഇതിന്റെ പ്രൈസ് റേഞ്ചും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 32,97,722 രൂപയാണ് ഈ ഒരു മോഡൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അത് 7 സീറ്റ് ഉണ്ട്. ഇനി ഒരു 8 സീറ്റർ നോക്കിയാലോ, 33,04,037 രൂപയാണ് ഈ ഒരു വാഹനത്തിന്റെ 8 സീറ്ററിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി നമുക്ക് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആയ ZX-നെ കുറിച്ചൊന്ന് നോക്കാം. ZX വരുന്ന സമയത്ത് ചെറിയ ഫീച്ചേഴ്സിന്റെ മാറ്റങ്ങളെ വരുന്നുള്ളൂ. ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടയർ സൈസ് തന്നെയാണ്. അതായത് ഡയമണ്ട് കട്ട് അലോയ് വരുന്നത് 17 ഇഞ്ചിന്റെ ടയർ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കലി, അതായത് 8 വേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ലെതർ സീറ്റ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫ്രണ്ട് റോ സീറ്റ് നമുക്ക് ഈസി ആയിട്ട് ഫ്രണ്ടിലോട്ട് തള്ളാൻ സാധിക്കും. അതായത് ലെഫ്റ്റ് സൈഡിലത്തെ സീറ്റ് നമുക്ക് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യാൻ വേണ്ടി ഒരു ലിവർ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഒരു ZX എന്ന് പറയുന്ന ഒരു വേരിയന്റിൽ എടുത്ത് പറയാനുള്ളത്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി നല്ലതെന്ന് തോന്നിയത് ഒരു VX ആണ്. കാരണം പ്രൈസ് റേഞ്ചിക്ക് നോക്കുകയാണെങ്കിൽ, അല്ല ഇതിന്റെ പ്രൈസും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ZX വരുന്ന സമയത്ത് ഒറ്റ വേരിയന്റ് മാത്രമേ ഉള്ളൂ, 7 സീറ്റർ മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിന്റെ പ്രൈസ് വരുന്നത് 35,09,883 രൂപയാണ് ഈ ഒരു വാഹനം ഓൺ റോഡ് പ്രൈസ് വരുന്നത്. കമ്പാരിറ്റീവ്ലി എനിക്ക് ആദ്യം തന്നെ ഞാനിത് പറഞ്ഞതിന്റെ കാര്യം, ഈ ഫീച്ചേഴ്സിനകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ല. ഇപ്പൊ ഇലക്ട്രിക്കൽ സീറ്റിന്റെ ആവശ്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ലെന്ന് തോന്നുന്നുണ്ട്. 17 വേണേൽ നമുക്ക് പിന്നീട് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 32,97,000, അപ്പോൾ ഒരു 32,97 എന്ന് പറഞ്ഞാൽ പോലും ഒരു 33 ലക്ഷം കൂട്ടിക്കോ, 2 ലക്ഷം രൂപ നമുക്ക് അവിടെ ലാഭിക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി ഇച്ചിരി കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വേരിയന്റ് ആണ്, ഇതിൽ ഏത് വേരിയന്റ് എടുക്കാനായിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും.